രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പതിവ് പോലെ അന്നു ആദിത്യൻ മുത്തശ്ശിക്കൊപ്പമാണ് കിടന്ന്. ചെറുപ്പത്തിലേ തുടങ്ങിയ ഒരു ശീലമാണത്. തനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. അന്ന് ആ ദിവസം അമ്മയും അച്ഛനും കൂടി തന്നെ മുത്തശ്ശിയുടെ മുറിയിലാക്കി പോയി. ഇന്നും ആ ശീലം തുടരുന്നുകൊണ്ട് തനിക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. കാരണം ഉറങ്ങുന്നതിന് മുമ്പ് മുത്തശ്ശി പറഞ്ഞിരുന്ന മനോഹരമായ കഥകൾ തന്നെ. ഇന്ന് ഡിഗ്രി അവസാന വർഷമായിട്ടും മുത്തശ്ശിയുടെ കഥ കേൾക്കാതെ ഉറക്കമില്ലെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് കിടന്ന് നിൽക്കട്ടെ, ഇന്ന് മുത്തശ്ശി ഏത് കഥയാ എന്നോട് പറയാൻ പോകുന്നത്? കിടക്കയിൽ മുത്തശ്ശിയോട് ഒന്നുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് കയ്യിലെ ഫോൺ സൈഡ് ടേബിൾ വെച്ച് ആദിത്യൻ ചോദിച്ചു. ഇന്നൊരു പ്രേതകഥയാ, വെറും കഥയല്ല, പണ്ട് ഇവിടെ നടന്നൊരു കഥ. മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും ആദിത്യൻ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മുറിയിലെ ചെറിയ ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ മുത്തശ്ശിയുടെ കണ്ണുകൾക്ക് പതിവില്ലാത്തൊരു തിളക്കം തോന്നി അവന്. അതെ, പ്രേതകഥ പറയുന്നത് കൊള്ളാം. രാത്രി ബാത്റൂമിൽ പോണെങ്കിൽ കൂടെ വരണം. 10-20 വയസ്സുള്ള അവന്റെ പേടിക്ക് മുത്തശ്ശി ഉച്ചത്തിലൊന്ന് ചിരിച്ചു. അതൊക്കെ വരാം, നീ ആദ്യം ഈ കഥ കേൾക്ക്. മുത്തശ്ശി പറഞ്ഞു തുടങ്ങി. നമ്മൾ ടൗണിൽ പോയിട്ട് വരുമ്പോ ഇടയ്ക്കൊരു കുറുക്കു വഴി വരാറില്ലേ? ആ വലിയ ഞാവൽമരമൊക്കെയുള്ള ഒരു കാട്ടുപാത. അവിടെ കുറച്ച് ഉള്ളിലേക്ക് ചെന്നാൽ ഒരു കിണറുണ്ട്. നിങ്ങളൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. ആ കാട് പിടിച്ച് കിടക്കുന്ന വഴിയിലൂടെ കുറച്ച് ഉള്ളിലേക്ക് നടക്കണം. അവിടെ നല്ല തെളിഞ്ഞ കണ്ണീര് പോലെ വെള്ളമുള്ളൊരു കിണർ. 10-25 തുടിയോളം ആഴമുണ്ട് അതിനെന്നാണ് കേട്ടിട്ടുള്ളത്. മുത്തശ്ശിയും തൊണ്ടനയ്ക്ക് ശ്വാസമെടുത്ത് വീണ്ടും തുറന്നു. ഒരു 30-40 വർഷം മുമ്പായി ഈ കഥ നടക്കുന്നത്. അന്ന് ആ കിണറിനടുത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ ഒരു കൊച്ചു കുടുംബം ജീവിച്ചിരുന്നു. അച്ഛനും അമ്മയും അവരുടെ ഒരേ ഒരു മകളും. മാലതി എന്നായിരുന്നു അവളുടെ പേര്. സുന്ദരിയായിരുന്നു അവള്. പക്ഷെ അവളുടെ ഇടതുകാലിന് ചെറിയൊരു മുടന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആലോചനകളൊന്നും അവളെ തേടി വന്നില്ല. വന്ന ചില ആലോചനകളാവട്ടെ അവളുടെ അച്ഛന് ഇഷ്ടപ്പെട്ടതുമില്ല. അങ്ങനെ അവൾ 10-25 വയസ്സ് വരെ കല്യാണം നടക്കാതെ ആ വീട്ടിൽ തന്നെ നിന്നു. അവളുടെ അച്ഛൻ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. നാട്ടുകാർക്കൊക്കെ പുള്ളിയെ നല്ല ഭയമായിരുന്നു. വല്ലാത്ത ഗൗരവമുള്ളൊരു മനുഷ്യൻ. അതുകൊണ്ട് മാലതിയോട് മോശമായിട്ട് പെരുമാറാനും അവിടെ ആരും ധൈര്യപ്പെട്ടതുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ആ വിജനമായ വഴിയിൽ വെച്ചൊരു ജീപ്പ് പഞ്ചറായി നിന്നു. അതിലൊരു കൂട്ടം കോളേജ് പിള്ളേരായിരുന്നു. എവിടെയോ ടൂറ് പോയി വരുന്ന വഴി. വണ്ടി തള്ളി നീക്കി അവർ കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോഴാ മാലതിയുടെ അച്ഛൻ ടൗണിൽ പോയി ആ വഴി വന്നത്. അയാൾ അവരെ കണ്ടു. അവരോട് കാര്യങ്ങളൊക്കെ തിരക്കിയ ശേഷം ആ വഴി അത്ര സുരക്ഷിതമല്ലെന്നും രാത്രി ഏറെയായ ആന ഇറങ്ങുന്നുള്ള വിവരം പറഞ്ഞു അവരെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പാവ മനുഷ്യൻ അവരോട് കാണിച്ച നന്മ ആ തെമ്മാടികൾ അത് മുതലാക്കിയെന്ന് പറയുന്നായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ. മുത്തശ്ശിയുടെ ശബ്ദം കനത്തു. മുഖത്ത് ദേഷ്യവും സങ്കടവും നിഴലിച്ചു. മനുഷ്യത്വം കരുതിയ ആ മനുഷ്യരെ അവന്മാർക്ക് സ്വന്തം വീട്ടിൽ അഭയം നൽകിയ രാത്രി മാലതിയെ അവന്മാര് കണ്ടു. സൗന്ദര്യവും ശരീരവടിയും ഒത്തിണങ്ങി അവളെ കണ്ട് കാമം തലക്ക് പിടിച്ച അവന്മാര് ആ രാത്രി ആ വീട്ടിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് എനിക്കറിയോ? ആ അച്ഛനെയും അമ്മയെയും കെട്ടിയിട്ട് അവരുടെ കണ്ണു മുമ്പിലിട്ട് ആ മകളെ അവന്മാര് ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു. എന്നിട്ട് അവന്മാർ അവിടുന്ന് രക്ഷപ്പെട്ടു. മകളുടെ വിയോഗത്തിന് തകർന്ന അച്ഛനും അമ്മയും അമ്മമാർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തു. പക്ഷെ പണവും സ്വാധീനമുള്ള ആ പിള്ളേർക്കെതിരെ തെളിവില്ലെന്ന് പറഞ്ഞ് പോലീസ് ആ കേസ് തള്ളി. ഒടുവിൽ നീതി കിട്ടാതെ മനമൊരുങ്ങി ആ അച്ഛനും അമ്മയും മുറ്റത്ത് കിണറ്റി ചാടി ജീവനൊടുക്കി. മുത്തശ്ശി നിർത്തി ദീർഘശ്വാസമെടുത്ത് ആദിത്യനെ നോക്കി. അവന്റെ കണ്ണിൽ വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു അവർ കണ്ടത്. ഇതിൽ പ്രേതം എവിടെയായിരിക്കുന്നു മുത്തശ്ശി? അവന്റെ ചോദ്യത്തിൽ ജിജ്ഞാസ നിറഞ്ഞിരുന്നു. പ്രേതം ഇനി അങ്ങോട്ടാണ് വന്നു തുടങ്ങുന്നത്. ആ അച്ഛനും അമ്മയും മരിച്ച് കൃത്യം 3-ാം നാൾ ആ ക്രൂരത ചെയ്ത പയ്യന്മാരെല്ലാം അതേ കിണറ്റിൽ മരിച്ചിടക്കുന്ന നാട്ടുകാർ കണ്ടത്. അവരെങ്ങനെ അവിടെ വന്നു, ആരാണ് അവരവിടെ എത്തിച്ചെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. പോലീസ് കുറെ അന്വേഷിച്ചു, പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല. അങ്ങനെ ആ കേസ് അവിടെ അവസാനിച്ചു. എങ്കിലും അവിടുത്തെ ശാപം മാറിയില്ല. അന്നു മുതൽ ആ വഴി പോകുന്ന കോളേജ് പിള്ളേരൊക്കെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ ആ കിണറ്റിൽ വീണ് മരിക്കാൻ തുടങ്ങി. 10-15 പിള്ളേരെങ്കിലും അതിൽ വീണ് മരിച്ചിട്ടുണ്ടെന്നാ എൻ്റെ ഒരറിവ്. സംഗതി ഗുരുതരമായപ്പോൾ നിന്റെ മുത്തശ്ശനും നാട്ടുകാരൊക്കെ ഇടപെട്ട് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് അവിടെ വലിയ പൂജകൾ നടത്തി ആ പ്രദേശം മൊത്തം ശുദ്ധമാക്കി. പിന്നീട് അവിടെ മരണങ്ങളൊന്നും നടന്നില്ലെങ്കിലും ആ വഴി പോകുന്ന പലരും ഇപ്പോഴും രാത്രിയിൽ അവിടെ എന്തൊക്കെയോ നിഴലുകൾ കണ്ട് പേടിക്കാറുണ്ട്. ഒരു നിമിഷം നിർത്തി മുത്തശ്ശി ആദിത്യന്റെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി. ഞാൻ ഈ കഥ ഇന്ന് നിന്നോട് പറയാനൊരു കാരണമുണ്ട്. നീ ഇന്ന് ടൗണിൽ നിന്ന് വരുമ്പോൾ ആ കുറുക്ക് വഴിയാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞു.
അത് വേണ്ട മോനെ, ആ വഴി അത്ര നന്നല്ല. മുത്തശ്ശി അവന്റെ മുഖത്തേക്ക് നോക്കി അല്പം ഗൗരവത്തിൽ പറഞ്ഞു നിർത്തുമ്പോഴാണ് ഈ സംസാരം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആദിത്യന് മനസ്സിലായത്. പെട്ടെന്ന് അവനൊന്ന് ഉറക്കെ ചിരിച്ചു. ഓഹോ, അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. ഞാൻ ആ വഴി വന്നറിഞ്ഞ് ഇനി ഞാനത് വഴി വരാതിരിക്കണ കഥയല്ലേ? അവൻ മുത്തശ്ശിയുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീകരം നിറഞ്ഞു നിന്നിരുന്നു. അതല്ല മോനെ. അവരെന്തോ പറഞ്ഞു തുടങ്ങിയതും അവനവരെ തടഞ്ഞു. എന്റെ കള്ളി മുത്തശ്ശി, ഈ കാലത്ത് പ്രേതവും ഭൂതൊന്നും ഇല്ലെന്നേ. ഇതൊക്കെ എന്റെ മുത്തശ്ശിയെ പോലെയുള്ള കള്ളികൾ പിള്ളേരെ പേടിപ്പിക്കാൻ പറഞ്ഞുണ്ടാക്കുന്ന. പിന്നെ ഈ സിനിമാക്കാരുടെ പണി. താൻ പറഞ്ഞൊന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അവൻ ചിരിക്കുമ്പോൾ മുത്തശ്ശി മുഖം വീർപ്പിച്ചു. എന്റെ പൊന്നു മുത്തി പെണങ്ങല്ലേ, ഞാനിനി ആ വഴി വരില്ല. പോരെ, അതിനിങ്ങനെ മുഖം വീർപ്പിച്ച് പ്രേതത ഉണ്ടാക്കിനെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വഴി വരുന്ന ആപത്താണെന്ന് സാധാരണ രീതിയിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ചോളാം. അവൻ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയോട് ചേർന്ന് കിടന്നു. ആദിത്യൻ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് പതി ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും ജനാലയ്ക്ക് പുറത്ത് കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. മരച്ചില്ലകൾ ജനൽപ്പാടുകളിൽ വന്ന് ഉരസുന്ന ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കീറി മുറിച്ചുകൊണ്ടിരുന്നു. പക്ഷേ തന്നെ തൊട്ടടുത്ത് കിടന്ന മുത്തശ്ശിയുടെ ശരീരം പതിയെ തണുത്തു വരുന്നു ആദിത്യൻ അറിഞ്ഞിരുന്നില്ല. ആദിത്യൻ തിയേറ്ററിൽ നിന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. എത്രയൊക്കെ പേടിയില്ലെന്ന് പറഞ്ഞാലും തലേന്ന് മുത്തശ്ശി പറഞ്ഞ പ്രേതകഥ അവനെ അപ്പോഴും പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവന് ഇരുട്ടിനെ പേടിയുള്ളതാണ്. കൂടെ ഉണ്ടായിരുന്ന ശംഭുവാമലും ഞങ്ങൾ നിന്റെ വീട് വരെ കൂടെ വരായെന്ന് പറഞ്ഞിട്ടും തന്നെ പേടി പുറത്തു കാണിക്കാൻ മടിയുള്ളതുകൊണ്ടും കൂട്ടുകാർ കളിയാക്കുമെന്ന് കരുതിയും അവനത് വേണ്ടെന്ന് വെച്ചു. അച്ഛൻ്റെ ആക്റ്റീവ സ്കൂട്ടറാണ് അവൻ എടുത്തു വന്നിരുന്നത്. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ആക്സിലേറ്റർ നന്നായി കൊടുത്താൽ വേഗം വീട്ടിലെത്താം. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇരുട്ട് നിറഞ്ഞ റോഡിലൂടെ വേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. റോഡിന്റെ ഇരുവശത്തുമുള്ള മരങ്ങൾ നിഴലുകൾ പോലെ പിന്നിലേക്ക് മറയുമ്പോൾ അവൻ വണ്ടിയുടെ വേഗത കൂട്ടി. പെട്ടെന്നാണ് ആ വിജനമായ റോഡരികിലെ ഹോസ്പിറ്റൽ മുട്ടിൽ നിൽക്കുന്ന ആ രൂപം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ മുഖം വ്യക്തമായപ്പോൾ ആദിത്യൻ കണ്ടു. അത്ഭുതത്തോടെ അവൻ വണ്ടിയുടെ വേഗത കുറച്ചു. അത് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സംഗീതയായിരുന്നു. അവൾ അറിയാതെ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന പെണ്ണ്. ഈ അർദ്ധരാത്രിയിൽ അവൾ അവിടെ കണ്ടപ്പോൾ അവന് വിശ്വസിക്കാനായില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി വേഗത്തിൽ അവളുടെ അടുത്തേക്ക് തിരിച്ചു. ആൾക്ക് തൊട്ടു മുന്നിൽ കൊണ്ടുവന്ന് അവൻ സ്കൂട്ടർ ബ്രേക്ക് ഇട്ടു. സൂക്ഷിച്ചു നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. സംഗീത, താനെന്ത് ഈ നേരത്തെ ഇവിടെ? ആളുടെ മുന്നിൽ വണ്ടി നിർത്തി ആദ്യത്തെ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ അവൾ ആശ്വാസത്തോടെ അവനെ നോക്കി. അതാദ്യം എന്റെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ അച്ഛൻ മരിച്ചു. വൈകുന്നേരം വിവരം വിളിച്ചു പറഞ്ഞു. കേട്ടപാടെ ഞാൻ ബാഗ് എടുത്ത് ഇറങ്ങിയതാ. പക്ഷെ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ലാസ്റ്റ് ബസ് പോയി. ഈ നേരത്തെ ഇനി എന്ത് ചെയ്യുന്നു വിചാരിച്ച് നിൽക്കുമായിരുന്നു. ആളോ നിർത്തി പ്രതീക്ഷയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. നീ ഏതായാലും വന്നല്ലേ, എന്നെ നടത്തി ടൗൺ വരെ എത്തിക്കോ. അവിടെ ചെന്ന് എനിക്ക് മെയിൻ റോഡിൽ നിന്ന് വേറെ ഏതെങ്കിലും ബസ് കിട്ടും. അതാ. ആളവനോട് സഹായം ആവശ്യപ്പെട്ടതും ആദ്യത്തിന്റെ ഉള്ളിൽ എടുപൊട്ടി. കാരണം ആ ചോദ്യം അവൾ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അവൻ അങ്ങോട്ട് ചോദിക്കാൻ വിചാരിച്ചതായിരുന്നു. മനസ്സിൽ ഒരുപാട് കാലമായി കൊണ്ടു നടക്കുന്ന പെണ്ണാണ്. അവളെ എങ്ങനെയോ തന്റെ വണ്ടിയുടെ പിന്നിൽ കയറ്റുമെന്ന് കരുതി എത്രയോ തവണ അവൾക്ക് പുറകെ നടന്നിരിക്കുന്നു. ആ അവളിതാ ഇപ്പോൾ തന്നോട് ലിഫ്റ്റ് ചോദിച്ച് മുന്നിൽ നിൽക്കുന്നു. ഭാഗ്യമെന്ന് പറഞ്ഞാൽ, അല്ല, യോഗമെന്ന് പറഞ്ഞാൽ ഇതാണ്. ആദിത്യൻ മുഖത്ത് ഭാഭേദമൊന്നും വരുത്ത ആ വണ്ടി വീണ്ടും സ്റ്റാർട്ടാക്കി. അതിനെന്താ, താൻ കയറിക്കും, ഞാൻ ടൗണിൽ കൊണ്ടാക്കാം. അവൻ പതിഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. സംഗീതയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടുന്നു. താങ്ക്സ് ആദി. അവൾ വേഗം ബാഗ് ഒതുക്കി പിടിച്ച് അവന്റെ പിന്നിലേക്ക് കയറിയിരുന്നു. ആ നിമിഷം ആദിത്യന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അതിന് വല്ലാത്തൊരു തെളിച്ചമായിരുന്നു. ഉള്ളിലെ പേടിയെല്ലാം ഇങ്ങോട്ടോ ഓടി മറഞ്ഞു. വല്ലാത്തൊരു ആവേശം അവന് വന്ന് മൂടി. അവൾ അവനോട് അനുവാദം ചോദിക്കാതെ അവന്റെ തോളിൽ കൂടി കൈവച്ചതും ആദ്യം പിന്നെ ഈ ലോകത്തെങ്ങും ആയിരുന്നില്ല. വണ്ടി മുന്നോട്ടെടുത്ത് അവന്റെ ആ ആവേശം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. ആ തണുത്ത രാത്രിയിലെ ആ യാത്രയിൽ വേഗത കൂടുന്നതിനനുസരിച്ച് അവൾ അവന്റെ തോളിൽ മുറുകെ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. ആ സ്പർശനം അവന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ടൗണിലേക്കുള്ള വഴി നീണ്ടു കിടക്കുകയാണ്. ഒപ്പം ആ കാട്ടുപാതയും ആ വലിയ ഞാവൽ മരമുള്ള കുറുക്കുവഴിയും മുന്നിലുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്തോറും യാന്ത്രികമെന്നോണം അവൻ ആക്റ്റീവ സ്കൂട്ടർ ആ ഇരുണ്ട കാട്ടുപാതയിലേക്ക് തിരിച്ചു. അവന്റെ കണ്ണുകൾ ഭയത്തോടെ ഒന്ന് പുറത്തേക്ക് തള്ളി. അവന്റെ ബുദ്ധിയാണോ അതോ മനസ്സോ? ഏതോ ഒന്നുള്ളിൽ നിന്ന് വല്ലാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ വഴി പോവരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വണ്ടിയുടെ ആംഗിൾ മറ്റൊരു വഴിയിലേക്ക് തിരിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഏതോ അദൃശ്യ ശക്തി മുന്നിൽ നിന്ന് വണ്ടി വലിച്ചു കൊണ്ടുപോകും പോലെ സ്കൂട്ടർ ആ കാട്ടുവഴിയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ആദിത്യന്റെ ശരീരം ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി. ഹാൻഡിലിൽ നിന്ന് കൈകൾ വിടുവിക്കാൻ അവൻ ആവത്ത് ശ്രമിച്ചു. എങ്കിലും വിരലുകൾ അവിടെ ഒട്ടിപ്പിടിച്ച പോലെ മരവിച്ചു പോയിരുന്നു. ആ തണുത്ത രാത്രിയിൽ അവന്റെ ശരീരം വിയർത്തു കുളിച്ചു. ഭയത്തോടെ അവൻ സ്കൂട്ടറിന്റെ റിയർ വ്യൂ മിററിലേക്കൊന്ന് കണ്ണോടിച്ചതും ആ കാഴ്ച കൊണ്ടത് അവന്റെ നെഞ്ചിരിപ്പ് നിലച്ചു. പുറകിലിരിക്കുന്ന സംഗീതയല്ല, തീർത്തും അപരിചിതയായ മറ്റൊരു പെണ്ണ്. തൂവെള്ള നിറത്തിലുള്ള വെള്ളസാരി ഉടുത്ത് മുടികളിൽ പാലപ്പൂവ് ചൂടിയ ഒരു സുന്ദരി. അവളുടെ ചുണ്ടുകളിൽ ഭയപ്പെടുത്തുന്ന ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു.
അവളുടെ തണുത്തുറഞ്ഞ കൈകൾ ആദിത്യന്റെ തോളിൽ വല്ലാതെ അമർന്നിരുന്നു. ആ ദൃശ്യമായ ഭാരം കാരണം അവന്റെ തോളുകൾ താഴേക്ക് അമർന്നുപോയി. പേടി കൊണ്ട് ആദിത്യന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശ്വാസം തൊണ്ടക്കുഴിയിൽ കുടുങ്ങി. ഒന്നുറക്കെ നിലവിളിക്കണം, ആരെങ്കിലും സഹായത്തിന് വിളിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും തൊണ്ടയിൽ നിന്നൊരു നേർത്ത ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. ശബ്ദം പൂർണ്ണമായും അടഞ്ഞുപോയിരുന്നു. എങ്കിലും സർവ്വശക്തിയും എടുത്ത് ഒച്ചവെക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ വണ്ടിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നോക്കിയിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ വഴിയരികിലെ കാട്ടുപൊന്തയിലേക്ക് ചെരിഞ്ഞ് വലിയൊരു ശബ്ദത്തോടെ മറിഞ്ഞു വീണു. റോഡിലേക്ക് തെറിച്ചു വീണ ആദിത്യൻ വേദനയോടെ പിടഞ്ഞുണർന്ന് ആദ്യം നോക്കിയത് വണ്ടിയുടെ പുറകിലിരിക്കുന്ന അവളെയായിരുന്നു. പക്ഷേ ഇത്തവണ സ്കൂട്ടറിനടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ചുറ്റും കൂറ്റാക്കൂറ്റി ഇരുട്ട് മാത്രം, ചീവീടിന്റെ ശബ്ദം മാത്രം. അവൻ ഭയത്തോടെ വിറക്കുന്ന കണ്ണുകളാൽ ചുറ്റിലും നോക്കി. പെട്ടെന്നാണ് ഒരു ടക് ടക് ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവൻ ആ കാഴ്ച കണ്ടു. റോഡരികിൽ ആ വലിയ ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ അവൾ ഇരിപ്പുണ്ടായിരുന്നു. വന്യമായ ഇരുട്ടിൽ മരക്കൊമ്പുകൾക്കിടയിലൂടെ അരിച്ചെത്തിയ മങ്ങിയ വെളിച്ചത്തിൽ അവൾ ആദിത്യനെ പരിഗണിച്ച് ചിരിക്കുകയായിരുന്നു. ആ ചിരി കാടിന്റെ നിശബ്ദതയെ ഭേദിച്ച് അവന്റെ കാതുകളിൽ മുഴങ്ങി കേട്ടു. ആദിത്യ, ഓനെ വാട, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ആ ഇരുട്ടിൽ അവളുടെ ശബ്ദം വല്ലാത്തൊരു പ്രതിധ്വനിയോടെ മുഴങ്ങി കേട്ടു. അത് കേട്ടതും ആദിത്യന്റെ നട്ടലിലൂടെ ഒരു തണുത്ത മിന്നൽ പാഞ്ഞു. തിയേറ്റർ മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വാ, എന്റെ അടുത്തേക്ക് വാ മോനെ. അവൾ തന്റെ വിളറിയ നീണ്ട കൈകൾ അവന് നേരെ നീട്ടി. ഭയം അതിന്റെ പരകോടിയിലെത്തിയ നിമിഷം ആദിത്യൻ പ്രാണരക്ഷാർത്ഥം നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റു. വണ്ടി അവിടെ തന്നെ ഉപേക്ഷിച്ച് തിരിഞ്ഞോക്കാ പിന്നിലേക്ക് ഓടാൻ തുടങ്ങി. ഇരുട്ടിൽ വഴി പോലും കാണാതെ മുന്നോട്ടാൻ പാഞ്ഞു പോയെങ്കിലും അധിക ദൂരം ഓടാൻ അവന് കഴിഞ്ഞില്ല. കാട്ടുപന്തയിൽ ഏതോ വേരിലോ കല്ലിലോ തട്ടിയാൻ വീണ്ടും മുഖമടിച്ച് നിലത്തേക്ക് വീണു. അവൻ വീഴുന്ന കണ്ട് ആ ഞാവൽ മരച്ചോട്ടിൽ നിന്ന് രൂപ അട്ടഹസിച്ച് വീണ്ടും ചിരിച്ചു. ആ ചിരി കാട്ടിലെ മരങ്ങളെപ്പോലും വിറപ്പിക്കുന്ന പോലെ അവന് തോന്നി. അവൾ മരച്ചോട്ടിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. നിലത്ത് വീണ് കിടക്കുന്ന ആദിത്യനടുത്തേക്ക് സാവധാനം നടന്നു നീങ്ങാൻ തുടങ്ങി. അവൾ നടന്നു വരുന്ന ഭയത്തോടെ നോക്കിക്കിടന്ന ആദിത്യന്റെ കണ്ണുകൾ പെട്ടെന്ന് അവളുടെ പാദങ്ങളിൽ ഉടക്കി നിന്നു. ആ നിമിഷം അവന്റെ ചോര ഉറഞ്ഞുപോയി. അവൾ നേരെ ചൊവ്വയോടെ നടക്കുമ്പോൾ അവളുടെ ശരീരം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുന്നു. അതെ, അവളുടെ ഇടതുകാലിന് ചെറിയൊരു മുടന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുത്തശ്ശി പറഞ്ഞ കഥയിൽ ആ വരികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് അവന്റെ ഓർമ്മകളിലേക്ക് ഇരച്ചു കയറിയെത്തി. അവളുടെ പേര് മാലതി, സുന്ദരിയായിരുന്നു. പക്ഷെ അവളുടെ ഇടതുകാലിന് അല്പം മുടന്നുണ്ടായിരുന്നു. തന്റെ മുന്നിലേക്ക് നടന്നു വരുന്ന വെറും ഒരു പ്രേതമല്ല, മുത്തശ്ശി പറഞ്ഞ ആ പ്രതികാരദാഹിയായ മാലതിയാണ് തിരിച്ചറിഞ്ഞ നിമിഷം ആദിത്യന്റെ ശ്വാസം പൂർണ്ണമായി നിലക്കുന്ന പോലെ ആയിപ്പോയിരുന്നു. എങ്കിലും നിലത്തുനിന്ന് സർവ്വശക്തിയും എടുത്ത് പിടഞ്ഞെഴുന്നേറ്റ് ആദിത്യൻ വീണ്ടും ഓടാൻ തുടങ്ങി. രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. അവന് പിന്നാലെ ആ മുടന്ന കാലുകളോടെ അവളും പാഞ്ഞെടുത്തു. അവൾ ഓരോ തവണ ചൂട് വെക്കുമ്പോഴും മരവിക്കുന്ന ഒരു തണുപ്പ് അവന് വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. അന്തരീക്ഷം ഭീകരമായിരുന്നു. ദൂരെ എവിടെയോ പട്ടികൾ കൂട്ടത്തോട് ഓരിയിടുന്ന ശബ്ദം കേൾക്കാം. അത് മരണത്തിന്റെ വിളി പോലെ അവന്റെ ഉള്ളിൽ ഭയം നിറച്ചു. മരക്കൊമ്പുകളിൽ നിന്ന് മൂങ്ങകൾ മൂടിക്കരയുന്നു. ചീവീടുകൾ കാതരിപ്പിക്കുന്ന ശബ്ദത്തിൽ ഒച്ചവെക്കുന്നു. ആ പ്രകൃതിയുടെ ഭയാനകമായ ശബ്ദങ്ങൾക്കെല്ലാം മീതിയായി അവളുടെ ആട്ടാസവും പൊട്ടിച്ചിരിയും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ അവനെ വട്ടമിട്ട് പറക്കും പോലെ ആ ചിരി എല്ലാ ദിശകളിൽ നിന്ന് കേൾക്കാമായിരുന്നു. ചുറ്റും ഇപ്പോഴും ഇരുട്ടാണ്. വഴി പോലും തിരിച്ചറിയാനാവാത്ത വിധം കാട് പിടിച്ച പ്രദേശം. ആ പ്രദേശത്തിൽ താൻ എവിടെയാണിപ്പോൾ അറിയില്ല. അവൻ നിന്നേൽപ്പിൽ നിന്ന് ചുറ്റും നോക്കി. കണ്ണിൽ ഇരുട്ട് മാത്രം. ആദിത്യൻ വീണ്ടും മുന്നോട്ട് പിന്നോട്ട് നോക്കാതെ തന്നാലാവുന്നത്ര വേഗത്തിൽ ജീവനും കൊണ്ടും പാടി. പെട്ടെന്ന് ആ ഓട്ടത്തിനുള്ളിൽ കാലിലെന്തോ കൂർത്ത ആണി പോലെയോ മുള്ളുപോലെയോ ഒന്ന് തറച്ചേറുന്ന വേദന അവൻ അറിഞ്ഞു. സഹിക്കാനാവാതെ അവൻ ആ നിമിഷം നിന്നു. ശ്വാസം നിലച്ച മട്ടിൽ അവൻ ആ വേദനയോടെ ഒരു കാലിൽ മുറിവേറ്റ ഭാഗത്ത് കൈകൊണ്ട് തൊട്ടു നോക്കി. ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. വേദനയോടെ അവൻ പതുക്കെ മുഖമുയർത്തിയതും അവന്റെ ചോര പാട് പറ്റിച്ച പോലെ അവൾ തൊട്ടു മുട്ടി. അമ്മേ! അവൻ ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി ഉറക്കെ കരഞ്ഞു. അവളുടെ മുഖം ഇത്തവണ വികൃതമാണ്. കൃഷ്ണമണികളില്ലാത്ത വെളുത്ത കണ്ണുകളുമായി അവൾ തന്റെ മുന്തിയ കണ്ണിലേക്ക് നോക്കി. അവളുടെ ശ്വാസം അവന്റെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. അഴുകിയ ശവത്തിന്റെ നാറ്റമുള്ള ശ്വാസം. അമ്മേ! അമ്മേ! ആദിത്യൻ സർവ്വശക്തിയും എടുത്ത് ഉറക്കെ അലറി വിളിച്ചു. ഭയത്തിന്റെ ആഘാതത്തിൽ തിരിഞ്ഞോടാൻ വെച്ച കാലേതോ വലിയ വേലിടിച്ച് ഒഴുകി. അവൻ വീണ്ടും മണ്ണിലേക്ക് മലന്നടിച്ച് വീണു. ഇത്തവണത്തെ വീഴ്ചയുടെ ആഘാതം അവന്റെ ശരീരം തളർന്നുപോയിരുന്നു. എഴുന്നേൽക്കാൻ പോലുമുള്ള ശേഷി അവശേഷിക്കാത്ത പോലെ. എന്നൊന്നും ചെയ്യില്ലേ, ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ. അമ്മേ, അമ്മേ ഓടുവായോ! ആദിത്യൻ സർവ്വശക്തിയും എടുത്ത് ഉറക്കെ അലറി വിളിച്ചു. മുകളിലേക്ക് നോക്കിയതും ആ വലിയ ഞാവൽ മരത്തിന്റെ ഇലകൾക്കിടയിലൂടെ അവൾ അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇത്തവണ മുത്തശ്ശി പറഞ്ഞ പോലെ അവൾ അതിസുന്ദരിയായിരുന്നു. കറുത്തിരുണ്ട നീണ്ട മുടിയഴകളും വെട്ടിത്തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു സുന്ദരി. പക്ഷെ അവൾ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി കുറച്ച് സമയം മരത്തിൽ തന്നെ ഇരുന്നു. പിന്നെ അവൾ മരത്തിന് മുകളിൽ നിന്ന് സാവധാനം താഴേക്ക് ഇറങ്ങി വന്നു. നിലത്ത് വീണ് കിടക്കുന്ന ആദിത്യന്റെ തൊട്ടടുത്തായി അവൾ വന്നിരുന്നു.
അവൾ അടുത്ത് വന്നിരുന്നതും അന്തരീക്ഷമാകെ വല്ലാത്തൊരു മണം പടർന്നു. ശവപ്പറമ്പിൽ വിരിഞ്ഞ പാലപ്പൂവിന്റെ മണം. ആ സുഗന്ധം ആദിത്യന്റെ തലച്ചോറ് മരവിപ്പിക്കുന്ന പോലെ തോന്നി. ഭയം വരിഞ്ഞു മുറുക്കിയെങ്കിലും അവൻ സർവ്വശക്തിമെടുത്ത് അലറി വിളിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഓടാനാകും. പക്ഷെ ഒരു നിമിഷം കൊണ്ട് അവളുടെ കൈകൾ അവന്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു. ഒരു കട്ട ഐസ് എടുത്ത് കയ്യിൽ വെച്ച പോലെയുള്ള തണുപ്പായിരുന്നു അവളുടെ കൈകൾക്ക്. ആ തണുപ്പ് അവന്റെ രക്തത്തെ പോലും ഉറപ്പിച്ചു കളഞ്ഞു. ആദിത്യൻ വേദന കൊണ്ട് പേടി കൊണ്ട് അലറിക്കരഞ്ഞു. പക്ഷെ അവൾ പിടിവിട്ടില്ല. അവളുടെ കൈകൾക്ക് ഇരുമ്പിന്റെ കരുത്തുണ്ടായിരുന്നു. അവൾ ആദിത്യനെ പച്ച മാംസം പോലെ നിലത്തുകൂടി വലിച്ചഴിച്ച് മുന്നോട്ട് നടന്നു. ആ കാട്ടുപാതയിലെ കുറ്റിച്ചെടികളും കാട്ടുവള്ളികളും നിറഞ്ഞൊരു വിജനമായ പ്രദേശത്തേക്കാണ് അവൾ അവനെ കൊണ്ടുപോയത്. വള്ളിച്ചെടികൾ പടർന്നു കയറി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പഴയൊരു വീടിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാമായിരുന്നു. മുത്തശ്ശി പറഞ്ഞ മാലതിയുടെ ആ പഴയ വീടായിരുന്നു അതെന്ന് അവൻ മനസ്സിലാക്കി. ആ വീടിന്റെ മുറ്റത്തായി കാട് മൂടിക്കിടക്കുന്ന വലിയ കിണർ. അവനെ അവൾ ആ കിണറ്റിക്കാരിൽ എത്തിച്ച് ആദിത്യന്റെ കയ്യിലെ പിടിപെട്ടെന്ന് വിട്ടു. നിലത്തേക്ക് വീണ ആദിത്യന് ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് ഭയത്തോടെ അവളെ നോക്കി. അവൾ ആ കിണറിന്റെ ആഴങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ ചോദിച്ചു, നീ തനിയെതിരേക്ക് ചാടുന്നു അതോ ഞാൻ നിന്നെ തള്ളിയിടണോ? അവളുടെ ആ ചോദ്യത്തിന് അവൻ അവൾക്ക് മുന്നിൽ യാചനയോടെ കൈകൊണ്ടു. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും സർവ്വ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭയത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കി. എന്നൊന്നും ചെയ്യല്ലേ, എന്നെ വിട്ടേക്ക് എന്ന് ഉറക്കി നിലവിളിക്കാനാണ് അവന്റെ മനസ്സ് ആഗ്രഹിച്ചത്. പക്ഷെ ഭയം കൊണ്ട് മരവിച്ചു പോയ അവന്റെ നാവിൽ നിന്ന് പുറത്തു വന്ന മറ്റൊന്നായിരുന്നു, ഞാൻ തനിയെ ചാടിക്കോളാം. അത് കേട്ടതും അവൾ വീണ്ടും ഉറക്കി അട്ടഹസിച്ചു. ആ ചിരിയിൽ പരിഹാസവും ക്രൂരതയും നിറഞ്ഞിരുന്നു. എങ്കിൽ വേഗാവട്ടെ, അവൾ ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ആദിത്യൻ വിറക്കുന്ന കാലുകളോടെ കിണറിലേക്ക് നടന്നു. ആ കിണറിനരികിലെത്തി അവൻ അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച അവന്റെ ചോര വറ്റിക്കുന്നതായിരുന്നു. ആ ഇരുണ്ട കിണറ്റിന്റെ കൽപ്പടവുകൾക്ക് ചുറ്റും നീണ്ടുവന്ന 1000 വിളറിയ കൈകൾ അവനെ മാടി വിളിക്കുന്നു. അവനുള്ളിലേക്ക് വലിച്ചിടാൻ കാത്തിരിക്കുന്ന പോലെ ആ കൈകൾ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ പേടിയോടെ അവസാന പ്രതീക്ഷയെന്നോണം അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അവൾ അപ്പോഴും അവിടെ തന്നെ ഇരുന്ന് അവനെ നോക്കി ക്രൂരമായി ചിരിക്കുകയായിരുന്നു. അവളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയുമില്ലെന്ന് ഉറപ്പിച്ച ആദിത്യൻ ആ കിണറ്റിലേക്ക് നോക്കി അങ്ങനെ നിന്നു. പെട്ടെന്ന് ആദിത്യന്റെ ചുറ്റുമുള്ള കാടും ആ പഴയ വീടിന്റെ അവശിഷ്ടങ്ങൾ അപ്രത്യക്ഷമായി. മുമ്പൊന്നുമില്ലാത്തൊരു നിശബ്ദത ആ പ്രദേശത്തെ വിഴുങ്ങിയപ്പോൾ അവൻ ചുറ്റും നോക്കി. എന്നാൽ പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കിണറിന്റെ ഇരുണ്ട ആഴങ്ങളിൽ നിന്ന് കുറച്ച് ശബ്ദങ്ങൾ മുകളിലേക്ക് ഉയർന്നതും ആദിത്യൻ ഭയന്നൊന്ന് പിന്നോട്ടാകും. മരണത്തിന്റെ ആ വിളി കേട്ട് ആദിത്യൻ വിറച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവളുണ്ട് തന്നെ പിന്നിൽ തന്നെ. അവൻ വീണ്ടും ആ കിണറിന്റെ ആഴങ്ങളിലേക്ക് നോക്കി. അവിടെ അവൻ കണ്ട കാഴ്ച അവന്റെ ബോധം കെടുത്താൻ പോകുന്നതായിരുന്നു. കിണറ്റിലെ തെളിഞ്ഞ വെള്ളത്തിന് മുകളിലായി ഒരുപാട് മനുഷ്യരൂപങ്ങൾ പൊന്തിക്കിടക്കുന്നു. മുമ്പ് ആ കിണറ്റിൽ വീണ് മരിച്ച ആ കോളേജ് പിള്ളേരാണ്, അറിയില്ല. പക്ഷെ അവിടെ എല്ലാവരുടെയും മുഖങ്ങൾ ഒരുപോലെ വിളറി വെളുത്തിരുന്നു. മരിച്ചവരുടെ ആ ചലനമില്ലാത്ത മുഖങ്ങൾ പോലെ. അവരുടെ ശബ്ദങ്ങൾ കൂടുതൽ കൂടുതൽ ഉച്ചത്തിലായി. കാതടിപ്പിക്കുന്ന രീതിയിൽ അത് അന്തരീക്ഷത്തിൽ മുഴങ്ങി. പെട്ടെന്ന് ഏതോ അദൃശ്യമായ ശക്തി അവനെ മുന്നോട്ട് തള്ളി. കാറുകളുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ട് ആദിത്യൻ ആ വലിയ കിണറിന്റെ ആഴങ്ങളിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയത്. ആരോ അവന്റെ മുഖത്തേക്ക് ശക്തിയായി വെള്ളം തളിച്ചു. പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ. അച്ഛന്റെ കടിച്ചു പിടിച്ച ശബ്ദമായിരുന്നു അവൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയത്. എങ്കിലും ആദിത്യൻ വല്ലാതെ ഞെട്ടിപ്പിടഞ്ഞാണ് കണ്ണുറന്ന് നോക്കുമ്പോൾ താനിപ്പോൾ കട്ടിലല്ല കിടക്കുന്നത്, താഴെയാണ്. കൂടാതെ സ്വന്തം കൈകൾ സ്വന്തം കഴുത്തിൽ വല്ലാതെ അമർത്തി പിടിച്ചിട്ടുണ്ടവൻ. ശ്വാസം കിട്ടാതെ പിടയുന്നതിനിടയിലും അവന്റെ ചുണ്ടുകളിൽ നിന്ന് അമ്മേ അമ്മേ എന്ന് മങ്ങിയ നിലവിളി പുറത്തു വരുന്ന കേട്ട് അവന്റെ അനുജത്തി അഭിരാമിക്ക് ചിരി വന്നു. അവന്റെ ശരീരം അപ്പോഴേക്കും വിയർത്തു വിളിച്ചിരുന്നു. കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് പതുക്കെ മാറിയപ്പോൾ അവൻ ചുറ്റും നോക്കി. ഇതിപ്പോ ഞാനെവിടെ? അവൻ കണ്ണുകൂർപ്പിച്ചു. മുന്നിൽ കട്ടിലിനരികിലായി പല്ലും കടിച്ച് അച്ഛൻ നിൽക്കുന്നു. കയ്യിൽ വെള്ളം തീർന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്. സൈഡിൽ പേടിച്ചു പറിച്ച് നെഞ്ചിൽ കവിച്ച് നിൽക്കുന്ന അമ്മ. കുറച്ചുകൂടി മാറി ഉറക്കച്ചടവോടെ വായുപൊത്തി ചിരിച്ച് തന്നെ നോക്കുന്ന അനുജത്തി അഭിരാമിയും. മുത്തശ്ശി എവിടെ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കട്ടിലിരിപ്പുണ്ട്. അവനടുത്ത നിമിഷം ശൂന്യതയിലേക്ക് നോക്കി. അപ്പോ ഇതെല്ലാം സ്വപ്നമായിരുന്നു അല്ലേ? ആ കാടും മാലിന്യം കിണറും എല്ലാം തോന്നലായിരുന്നു അല്ലേ? അവൻ തലയുറിഞ്ഞ് ആലോചിച്ചു. എന്താ നിനക്ക് പറ്റിയത്? അച്ഛൻ താഴേക്കിരുന്ന് അവന്റെ തോളിൽ തട്ടി ചോദിച്ചു. അച്ഛന്റെ ശബ്ദത്തിൽ ദേഷ്യത്തെക്കാൾ ഉപരി പരിഭ്രമുള്ളതായി അവന് തോന്നി. ആദിത്യൻ പതുക്കെ കഴുത്തിലിരുന്ന കൈകൾ മാറ്റി. തൊണ്ട വല്ലാതെ വരണ്ടിരുന്നു. അതുമാത്രമല്ല, കഴുത്തിൽ നല്ല വേദനയുമുണ്ട്. അവനൊന്നും മിണ്ടാതെ അച്ഛനെ നോക്കി വിളിച്ചു. അത് പിന്നച്ചാ, ഞാനൊരു സ്വപ്നം കണ്ടു, അതാണെന്നാ തോന്നുന്നത്. ഇളിച്ചുകൊണ്ട് അവനത് പറഞ്ഞു നിർത്തുമ്പോൾ അമ്മ കണ്ണുരുട്ടി അവനെ പേടിപ്പിക്കുകയായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്തായിരുന്നു ഉറക്കത്തിൽ നിന്റെ കോലാഹലം? കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു, ശ്വാസം മുട്ടുന്ന പോലെ ശബ്ദം ഉണ്ടാക്കി തറയിലേക്ക് മറിഞ്ഞു വീഴുന്നു, അമ്മയെന്ന് വിളിക്കുന്നു.
പേടിയുണ്ടെങ്കിൽ നിനക്ക് കിടക്കുമ്പോൾ നാമം ജപിച്ച് കിടക്കരുത് ആദി. അതെങ്ങനെയാ? കണ്ട പെമ്പിളേരെ ഫോം വിളിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് അതിനൊന്നും സമയമില്ലല്ലോ. അമ്മ കലിതുള്ളി പോകുമ്പോൾ ആദ്യത്തിന് അച്ഛനെയാണ് നോക്കിയത്. അച്ഛനൊരു കൈ കൊടുത്ത് അവൻ ഉയർത്തി കട്ടിൽ മുത്തശ്ശിക്കടുത്തേക്ക് ഇരുത്തി രണ്ടിനെയും ഒന്നുകൂടി നോക്കി പുറത്തേക്ക് നടന്നു. അപ്പോഴും അന്തരീക്ഷത്തിൽ ആ പേടി മുഴുവനായവന് മാറിയിരുന്നില്ല. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചെത്തിയ പാവത്തിലിരിക്കുന്ന ആദിത്യനെ നോക്കി മുത്തശ്ശി ഒന്ന് ചിരിക്കുമ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് നാളെ ആവട്ടെ എന്ന അർത്ഥത്തിൽ അവനും പല്ലുകടിച്ചു.